സോഷ്യൽ മീഡിയ പ്രയോഗത്തിലൂടെ എത്രയെത്ര ആളുകളുടെ അഭിമാനത്തെയാണ് നമ്മൾ അപഹരിച്ചത്. അവര് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് അല്ലാഹുവേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്, പറയാത്ത കാര്യത്തിന്, ഇടപെടാത്ത കാര്യത്തിന് ഇതാ ഇന്നാലിന്റെ മനുഷ്യൻ എന്നെ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കുറ്റവാളിയായി ചിത്രീകരിച്ചിട്ടുണ്ട്, അതിന് പ്രതികാരം തരാതെ ഇവിടെ അനങ്ങാൻ പറ്റൂല എന്ന് അള്ളാന്റെ കോടതിയിൽ ആ വ്യക്തി നിന്നാൽ നീതി നടപ്പാക്കപ്പെടുന്ന ദിവസമാണ് പരലോകത്തെ ദിവസം. മാത്രമല്ല നീതി നടപ്പിലാക്കുന്ന രക്ഷിതാവ് മാലിക് യൗമിദ്ദീൻ. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ പഠിച്ചോനെ, അത് കാസർഗോഡുള്ള അബൂബക്കറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡുള്ള അബൂബക്കർ അവിടെ വരും, തമിഴ്നാട്ടിലുള്ള അബ്ദുറഹ്മാനും വരും, പുളിക്കലുള്ള അബൂബക്കറും വരും. നിങ്ങൾ ആരോ പറഞ്ഞത് കേട്ടിട്ട് അയാളെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ എഴുതിവിട്ടു. അങ്ങനെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകൾ. നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ കാലത്തൊക്കെ ഞാൻ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പെടുത്തു, ഒരുപാട് ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി. അതിന്റെ ഇടയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എത്ര ആളുകളുടെ അഭിമാനത്തെയാണ് നിങ്ങൾ ക്ഷതം വരുത്തിയത്? ഒന്ന് കണക്കൂട്ടി നോക്കണം. കുടുംബത്തിലും കൂട്ടത്തിലും പരിചയത്തിലും നാട്ടിലും സംഘടനയിലും അല്ലാതെയും ഒക്കെയുള്ള എത്ര ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ് നിങ്ങൾ നടത്തിയത്. അത് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെട്ടാൽ നമുക്ക് കാലെടുത്ത് മുന്നോട്ട് വെക്കാനാവൂല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ വകതിരിവ് നേടേണ്ടത് നമ്മുടെ കയ്യിൽ വലിയൊരു പരീക്ഷണമായി തന്നിട്ടുള്ള മൊബൈൽ ഫോണുകളാണ്, സോഷ്യൽ മീഡിയയാണ്, മൾട്ടിമീഡിയ ഡിവൈസുകളാണ്. ഇതിലൂടെ അമലുകൾ ചോർന്നു പോകാനിടയുണ്ട് എന്നല്ല എത്രയോ ആളുകളുടെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാവണേ. അല്ലാഹു വിരോധിച്ച കാര്യമാണ്. ഹജ്ജത്തുൽ വദാഇന്റെ നാളിൽ ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷത്തിൽ പരം വരുന്ന അനുയായി വൃന്ദത്തെ സാക്ഷി നിർത്തിയിട്ട് പരകോടികൾ വരുന്ന വരും കാലജനതയോടക്കം ഉത്ബോധനം നടത്തിയത് നിങ്ങൾ പരസ്പരം സ്വത്തിനും മാനത്തിനും രക്തത്തിനും മൂല്യം കൽപ്പിക്കണേ എന്നാണ്. ആ കൽപ്പിച്ച കൽപ്പനകളെയല്ലേ നമ്മൾ പരസ്യമായി പരിച്ഛേദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണ ചെറിയ കാര്യമല്ല. വയല് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരുത്തന്റെ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെയൊക്കെ ബാധിച്ച വിഷയങ്ങളുണ്ടാവും. നമ്മളുടെ സ്വന്തം ആലോചിച്ച് നോക്ക്. എന്നെ കുറിച്ചൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നു, അതിന്റെ അടിയിൽ കേറി അങ്ങോട്ട് പെരുമാറിയ എത്ര ആളുകളുടെ കമന്റ് നമ്മൾ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രഭാഷണം, നമ്മുടെ ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് അതിന്റെ അടിയിൽ കയറി അങ്ങ് കൈകാര്യം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ, അവർ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ്, ഞാനും ഒരു വ്യക്തിയാണ്, ഞാനും അവരും തമ്മിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹക്കുകൾ, ഹക്കടപാടുകൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ പോയി. അവിടെയുള്ള പാവങ്ങളുടെ ജീവിതാവസ്ഥകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവ് കൊടുത്തു. കുറെ ആളുകൾ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി. പാവപ്പെട്ടവർക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു. അടിയിൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആ പിരിവിന്റെ കുതന്ത്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പറഞ്ഞ മനുഷ്യന് നമ്മളെ അറിയൂ, നമ്മുടെ മെസ്സേജ് അറിയോ, നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയോ, കൂടെ പോയ സംഘത്തിന്റെ ദൗത്യം അറിയോ? ഒന്നും അറിയില്ല. അയാളും വരും, ആരോപിക്കപ്പെട്ടവരും അള്ളാഹുവിന്റെ കോടതിയിൽ വരും. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്രത്തിലുണ്ട്. ആ എഴുതിയവരോടൊന്നും നമുക്കൊരു പകയില്ല. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്കും നമുക്കും അള്ളാഹു പുറത്തു തരട്ടെ. പക്ഷേ ബാധ്യതകളുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ, കടപ്പാടുകളുണ്ട്. ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് ജീവിതത്തെ അടയാളപ്പെടുത്തണം.
സൂക്ഷ്മമായി ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളുടെ ഭാര്യ അദ്ദേഹത്തിന് തീരെ അഡ്ജസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഭാര്യയല്ല. എല്ലാവർക്കും അറിയാം ആ ഉസ്താദിന്റെ ഭാര്യ ലെവലില്ലെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയുണ്ട് ഭാര്യയൊക്കെ? അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് ഭാര്യയൊക്കെ? അൽഹംദുലില്ലാ എന്ന് പറയും. കുറെ കഴിഞ്ഞ് നിർവാഹമില്ലാതെ ത്വലാഖില്ല. അവ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ? അൽഹംദുലില്ലാ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞു കുഴപ്പമില്ല എന്ന്. ഇപ്പൊ ത്വലാഖിൽ എപ്പോഴും പറയുന്നു കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ലയോ മനുഷ്യ, എന്റെ പത്നിയായി എന്നോടൊപ്പം ജീവിക്കുന്ന ആളെ കുറിച്ച് കുറ്റം പറയാൻ ഞാൻ പൊട്ടനാണ്? ഇപ്പൊ ത്വലാഖിലെ പോലെ അന്യ സ്ത്രീയാണ്. ഏതോ അന്യ സ്ത്രീയെ കുറിച്ച് ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത പറയാ, അതും മോശമായ പണിയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ ഭാര്യാപദത്തിലുള്ളപ്പോ എന്റെ ഭാര്യയെ കുറിച്ച് നിന്നോട് കുറ്റം പറയാ, മോശം പറയാ, അതുപോലെ വേറെ താഴ്ന്ന പണിയുണ്ടോ? ഇല്ല. ഇപ്പൊ എന്റെ ഭാര്യയല്ല, അവൾ ഒരു വ്യക്തിയാണ്, ഏതോ ഒരു സ്ത്രീയാണ്. അവളെ കുറിച്ച് ഞാൻ എന്തിനാണ് നിങ്ങളോട് ആവശ്യമില്ലാത്തത് പറയുന്നത്? അവളായി അവളുടെ പാടായി, ഞാനായി എന്റെ പണിയായി. പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അവരവരോട് അവരവരുടെ പരിസരങ്ങളോട് ബന്ധമുണ്ട്. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ കുറിച്ച് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കണം. സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അന്യനെ കുറിച്ച് പറയാൻ പാടില്ല. ഹബീബായ ലോകഗുരു സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് എങ്ങനെയായിരുന്നു എന്ന് മുത്തുനബി തങ്ങളുടെ സ്വഹാബിയോട് ചോദിച്ചപ്പോൾ ഇമാം തുർമുദി അവിടുത്തെ ശമായിലിൽ ഉദ്ധരിക്കുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മറ്റൊരാളെ കുറിച്ച് പറയാൻ ഒരുങ്ങിയാൽ, അനിഷ്ടകരമായത് പറയാൻ ഒരുങ്ങിയാൽ തങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. മുത്തൊളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഒരാൾ കടന്നു വരുന്ന സമയത്ത് നോക്കുന്നത് ഇയാൾക്ക് എത്ര മോശമുണ്ടെന്നല്ല, അയാളിൽ എത്ര നന്മയുണ്ടെന്നായിരുന്നു. ഒരാൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോ മുത്തുനബി തങ്ങളുടെ സ്കാനർ വർക്ക് ചെയ്യുന്ന നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തയും ഒരാളെ വിലയിരുത്തുന്നത് അയാളിൽ എത്ര കുറവുണ്ടെന്നറിയാനാണ്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോഴാണ് ഒരാളെ പള്ളിയിൽ വന്നിട്ട് റാഹത്തായി നിസ്കരിച്ചു പോകുന്നു, നമ്മളൊരു കമന്റ് പാസ്സാക്കും, കണ്ടില്ലേ നല്ല നിസ്കാരമൊക്കെയാണ്. പക്ഷേ നമ്മളയാളെ സ്കാൻ ചെയ്ത് എങ്ങനെയാണ് അയാളുടെ കുറവുകൾ ഷെയർ ചെയ്യാൻ. ഇപ്പൊ ഒന്ന് കൃത്യമായിട്ടൊക്കെ നിസ്കരിക്കൂട്ടോ. ഒരു 4 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, മഹാ കുഴപ്പക്കാരനായിരുന്നു. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ വയല് കേട്ടിട്ട് വന്ന ആളാ. അങ്ങനെ എന്തെല്ലാം കമന്റുകൾ അവരുടെ കുറവുകളെ കുറിച്ച് പറയാനാണ് നമുക്കുണ്ടാവുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ അവിടുത്തെ ശത്രുക്കളുടെ മുന്നിൽ നേതാക്കളായി നിന്ന 2 പേരാണ്, അബൂജഹലും മറ്റൊന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് ഈ 2 കശ്മലന്മാരെ, ഈ 2 കാബാലികന്മാരെ, ഈ 2 മോശക്കാരെ അങ്ങില്ലായ്മ ചെയ്യണേ റബ്ബേ എന്നല്ല, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ. ഈ 2 പേര് 2 ചുണക്കുട്ടന്മാരാണ്, അതിൽ നിന്ന് ഒരാളെ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ. അതിന്റെ അർത്ഥം മുത്തുനബി തങ്ങൾ അവരുടെ കഴിവിലേക്കാണ് നോക്കിയത്. 2 ചുണുള്ള മക്കളാണ്, ഒന്നിനെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് പ്രസ്ഥാനം ഒന്ന് ഉഷാറാക്കായിരുന്നു. കണ്ടോ, അതാണ് ആ ദുആഇന്റെ താല്പര്യം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തോടെ, പഠിച്ചോനെ ആ അബാബീൽ പക്ഷികളെ ഇറക്കി 2 എണ്ണത്തിനെ തീർക്കണേ അല്ലാഹ് എന്ന് ദുആയിരുന്നൂടെ. അങ്ങനെ അബാബീൽ പക്ഷികളെ ഇറക്കി ആയിരക്കണക്കിന് ആളുകളെ നശിപ്പിച്ചു കളഞ്ഞ നാടാണല്ലോ മക്ക. ഒന്ന് ദ്വാരക്കായിരുന്നില്ലേ? ഇല്ല. 2 നല്ല തന്റെ ഉള്ള ധൈര്യമുള്ള മക്കളാ. ഒന്നിനെങ്കിലും കിട്ടിയെങ്കിൽ ആ ദുആ ഫലിച്ചു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. വന്നപ്പോ തന്നെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉഷാറായി.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം നന്മയിലേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ റമദാൻ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കണം. റമദാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മൾട്ടിമീഡിയ ഡിവൈസുകളുടെയും ഉപയോഗം നിയന്ത്രിക്കാൻ പഠിക്കുക. കുറച്ച് പണിയല്ലേ? ബാക്കി എന്ത് പറഞ്ഞാലും വേണ്ടില്ലേ? കാരണം നമ്മുടെ ഒരു അവയവം പോലെ ആയിപ്പോയി മൊബൈല്. ആരെങ്കിലും എവിടെങ്കിലും കാല് വെച്ച് മറന്നാലും മൊബൈൽ വെച്ച് മറക്കൂല. അത്രമേൽ നമ്മുടെ എല്ലാവരുടെയും വ്യവഹാരങ്ങളോട് യോജിച്ചു കഴിഞ്ഞു. അത്രയും ഇടപാടുകൾ വന്നുപോയി. ഈ ഒരു ആത്മനിയന്ത്രണത്തിനാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പെന്ന് പറഞ്ഞാല് പട്ടിണി കിടക്കാന്നല്ല. നോമ്പെന്ന് പറഞ്ഞാൽ ഇംസാകുൻ മഖ്സൂസുൻ, പ്രത്യേകമായ ഒരു നിയന്ത്രണം. മിൻ ശഖ്സിൻ മഖ്സൂസ്. اللهم صل على سيدنا اللهم صل على سيدنا محمد.
ഇപ്പൊ എവിടെ വരെ നമ്മൾ പറഞ്ഞത്? മൊബൈൽ ഉപയോഗം തന്നെ പറഞ്ഞോളൂ. എവിടുവരെ പറഞ്ഞു? അപ്പൊ നമ്മൾ ആത്മനിയന്ത്രണമുള്ളവരാവണം. നമ്മൾ ഒരാളുടെയും കുറവുകളെയും ന്യൂനതകളെയും പറയാൻ അർഹതയുള്ളവരല്ല. നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ്. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റബീഅ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ പ്രിയമുള്ള റബീഅ, ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക, നിങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളെ നന്നായി ഇഷ്ടം വെച്ചു പോയേനെ. കാരണം എന്താണ്? ഒരാളെയും കുറിച്ചും ഗീബത്ത് പറയാൻ മഹാനവറുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ ഒരാൾ വന്നിങ്ങനെ പറഞ്ഞു, മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു. ചോദിച്ചു, നീ റോമുകാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പേർഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എടാ ചങ്ങാതി, ആ പണിക്ക് വല്ലം പോ. എന്തിനാണ് നിന്റെ നാവ് കൊണ്ട് ഈ മുസ്ലിമിനെ ആക്ഷേപിക്കുന്നത്? ഈ മജ്ലിസിൽ ഗീബത്ത് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ കണ്ടപ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ റബീഅ, നിങ്ങളെ എങ്ങാനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഇഷ്ടം വെച്ചു പോയേനെ. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇത് ഇലക്ഷൻ കാലമാണ്. റിസൾട്ടിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. റമളാനിന്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് വരാനുണ്ട്. നമുക്ക് ആയുസ് ലഭിച്ചാൽ അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകുമാറാകട്ടെ. ഇപ്പോഴേ നമ്മൾ നിശ്ചയിക്കണം, ഇവിടെ ആര് ജയിക്കട്ടെ, ആര് പരാജയപ്പെടട്ടെ, ഏതേതു രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരട്ടെ, നാടിന് ക്ഷേമമുള്ള ഒരു ഭരണകൂടം വരണമെന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ നാടിനും ദീനിനും ഉപകാരമുള്ള ഒരു ഭരണകൂടത്തെ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇത് നമുക്ക് ദുആ ചെയ്യാം. അല്ലാതെ നമ്മൾ അവനെയും ഇവനെയും അവന്റെയും ഇവന്റെയും കുറവും മികവും പറഞ്ഞുകൊണ്ട് ഈ റമളാൻ ഏതെങ്കിലും പാർട്ടിക്ക് പണയം വെച്ചു കൊടുക്കല്ലേ കൂട്ടുകാരെ. ചിലപ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയം തലക്ക് പിടിച്ചാൽ മതമില്ല, മതചിട്ടകളില്ല, മതമര്യാദകളില്ല, ആത്മീയ വിചാരങ്ങളില്ല. എന്നാൽ ഈ രാഷ്ട്രീയം കൊണ്ട് നിനക്കെന്തു ലഭിച്ചു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും അവന് പറയാനുമില്ല. വെറുതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് അമല് കൊണ്ടുപോയി കമ്പോളത്തി കളയുക, ഏതോ ചങ്ങാതിമാർക്ക് വേണ്ടി ജീവിതത്തെ നഷ്ടപ്പെടുത്തുക, ഏതോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇബാദത്ത് വെള്ളത്തിലാക്കുക. നമ്മൾ നമ്മളെ കുറിച്ച് ബോധമുള്ളവരാകണം. സ്ഥാനാർത്ഥികളൊക്കെ കഷ്ടപ്പെട്ടു അവർ നിയമസഭയിലെത്താൻ വേണ്ടി. പകുതി ആളുകൾ എത്തും, അല്ലെങ്കിൽ 1/3 ആളുകൾ നിയമസഭയിലെത്തും, 3-2 ആളുകൾ എത്തൂല. എല്ലാരും കൂടെ ജയിക്കൂലല്ലോ ഒരു മണ്ഡലത്തിൽ. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മൾ നോമ്പെടുക്കുന്നത്, നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ അമലുകൾ ചെയ്യുന്നത് നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അത് എനിക്കും നിങ്ങൾക്കുമുള്ള ആത്യന്തികമായ നേട്ടമാണ്. ഈ നേട്ടത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചാലേ പറ്റൂ. എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട വഴി നഷ്ടപ്പെടുത്തിയിട്ട് ഏതോ ചങ്ങാതി നിയമസഭയിലെത്തിയിട്ട് എന്താ കാര്യം? എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട വഴി നഷ്ടപ്പെടുത്തിയിട്ട് ആരോ ഒരാൾ MLA ആയിട്ട് എന്ത് കിട്ടാൻ? എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി മുടക്കിയിട്ട് ആരോ ഒരാളെ പാർലമെന്റിലെത്തിയിട്ട് എനിക്കെന്തു കിട്ടാനാണ്? ഞാനും നിങ്ങളും വിവേകമുള്ളവരായി മാറണം. അവനവന്റെ മോക്ഷത്തെക്കുറിച്ച് ചിന്തയുള്ളവരായി മാറണം. അല്ലാതെ ആരുടെയോ താൽക്കാലിക സന്തോഷത്തിനും വിജയത്തിനും അധികാരത്തിനും വേണ്ടി അവനവന്റെ പരലോകവും അവനവന് ലഭിക്കാനുള്ള അല്ലാഹുവിന്റെ തൃപ്തിയും നഷ്ടപ്പെടുത്തല്ലേ. ഈ ഒരു കാലം വല്ലാത്തൊരു കാലമാണ്. ഏതൊരു പുതിയ കാലവും പഴയ കാലത്തേക്കാൾ കൂടുതൽ
ഇന്നലത്തേക്കാൾ മലിനമാണ് ആത്മീയതയുടെ ഭാഷയിൽ ഇന്ന്. ഇതിനേക്കാൾ മലിനമായിരിക്കും നാളെ. അത് മുത്തളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒന്ന് രക്ഷപ്പെട്ട് നാളത്തെ മോചനം നേടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴാണ് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടതെന്നറിയില്ല. ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന് സനദ് സ്വീകരിച്ച വെസ്റ്റ് ബംഗാളിലെ ഒരു സഖാഫി ഇന്നലെ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ മേലേക്ക് ലോറി മറിഞ്ഞ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഏതെല്ലാം സ്വപ്നങ്ങളോടെയാണ് കടന്നുപോയത്, ഏതെല്ലാം മോഹങ്ങളാണ് ബാക്കിയായി പോയത്. എപ്പോഴെവിടെ വെച്ചാണ് യാത്രയാകേണ്ടതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന നമ്മള് റമളാനിനെ സ്വാഗതം ചെയ്യുമ്പോഴും റമളാനിൽ നമ്മൾ ആരെല്ലാം എത്തുമെന്നറിയില്ല. എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഫുൾ സ്റ്റോപ്പ് വീഴുക എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഈ സംഭാഷണം നടത്തുന്ന ഞാൻ എന്റെ സ്വന്തം കാലിൽ നടന്നിട്ടാണോ ഈ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നത്, നിങ്ങളുടെ കൈകളിൽ താങ്ങിയിട്ടാണോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഓരോ നിമിഷവും നമ്മൾ അടുക്കുന്നത് അല്ലാഹുവിന്റെ വിചാരണയുടെ ലോകത്തേക്കാണ്. പാരത്രിക ലോകത്തേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീണ്ടു വിചാരമുള്ളവനാണ് മുസ്ലിം. ഈ ഒരു വീണ്ടു വിചാരമുള്ളവനാണ് വിശ്വാസി. എന്റെയും നിങ്ങളുടെയും ഖൽബ് അല്ലാഹുവിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ മുത്തഖീങ്ങളായി മാറുന്നത്. ഞാൻ എന്റെ സംഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധമായ റമളാൻ നമുക്ക് നോമ്പ് അല്ലാഹു നിയമമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. ഒരു മാസം പട്ടിണി കിടന്ന് പകലന്തിയോളം പട്ടിണിയാണ് കിടന്നത്. രാത്രി 4 നേരം അടിച്ച് വീണ്ടും പള്ളയൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയല്ല. പടച്ചോനോട് പക വീട്ടും പോലെയാണ് നോമ്പ് തുറന്നിട്ട് ചിലയാള് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഓവർ ഭക്ഷണം കഴിക്കല്ലേ, അത് നോമ്പിന്റെ മൂല്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുമേ. പള്ള ഫുള്ളാക്കുക, തൊറയും പെറയും കഴിക്കലും അത്താഴവും മുത്താഴവും ഇടത്താഴവും എല്ലാം കൂടെ കൊണ്ട് പള്ള ഫുള്ളാക്കുക. പകല് പട്ടിണി കിടന്നതിന് മുഴുവൻ അങ്ങോട്ട് പക വീട്ടുക, അങ്ങനെ പാടില്ല. അതിനു വേണ്ടിയുള്ള ഒരു കാലമല്ല ഇത്. യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമുടി മാറ്റാനുള്ളതാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ നിയന്ത്രണങ്ങളെ പരിശീലിച്ച് പാകപ്പെടുത്താൻ. റമളാനിന് മുമ്പുള്ള നോട്ടമല്ല റമളാനും അത് കഴിഞ്ഞാലും ഒരു നിയന്ത്രണമുള്ള നോട്ടത്തിലേക്കാണ് എന്റെ ജീവിതത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ നീ മുത്തഖിയായി മാറി. റമളാന് മുമ്പ് ഞാൻ കേട്ടിരുന്നതല്ല റമളാൻ മുതലും ശേഷവും ഞാൻ കേൾക്കുന്നത്. കേൾവിയിൽ ഞാൻ മുത്തഖിയായി മാറി. റമളാൻ കഴിഞ്ഞുള്ള എന്റെ ഇടപാടുകൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രീതിയിലായി ഞാൻ ചിട്ടപ്പെടുത്തുകയാണ്. അങ്ങനെ റമളാൻ ഒരു സ്കൂളാണ്, ഒരു മദ്രസയാണ്, ഒരു പർണശാലയാണ്, ഒരു പാഠശാലയാണ്, ഒരു സംസ്കരണ കാലമാണ്. ആ സംസ്കരണ കാലത്തിലൂടെ ഞാനും നിങ്ങളും ശരിയായ വിധത്തിൽ സംസ്കരിക്കപ്പെടുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രീതിയുള്ളവരായി നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്നവരായി മാറുന്നത്. ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. പരിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ വാർഷികമായിട്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ്. ആ ഖുർആൻ എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാക്കി നിങ്ങൾക്ക് നൽകിയ പവിത്രമായ ഖുർആൻ അവതരണത്തിന്റെ വാർഷികമാണ്. നമ്മുടെ ഖൽബ് ഖുർആനിലേക്ക് ചേരാൻ വേണ്ടിയാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
റമദാൻ മാസം ഖുർആൻ അവതീർണമായ മാസമാണ്. നിങ്ങൾ ആ ഖുർആനിനെ ഒന്ന് ചേർത്തു പിടിക്കണേ. കണ്ണിനോട്, കാതിനോട്, ഖൽബിനോട്, ചുണ്ടിനോട്, ജീവിതത്തോട്, വ്യവഹാരങ്ങളോട്, ഇടപെടലുകളോട്, എല്ലാത്തിനോടും ഖുർആനിനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മാസമാണ്. ഖുർആനിനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മാസം. SSF സംസ്ഥാന കമ്മിറ്റി വർഷങ്ങളായി തർത്തീൽ എന്ന പേരിൽ യൂണിറ്റ് മുതൽ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ പാരായണത്തിന്റെ മത്സരം ഉത്സാഹമുണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ ദേശീയ തലത്തിലും അങ്ങനെ ഒരു തർത്തീൽ റമദാൻ മാസത്തിൽ നടക്കുന്നു. കേരളത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പ്രവാസി ഘടകങ്ങൾ RSCയുടെ കീഴിൽ 6 രാജ്യത്തും ഇപ്പോൾ അതിന് പുറമേയുള്ള രാജ്യങ്ങളിലും തർത്തീൽ നടക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഖുർആനിനോട് ഉത്സാഹവും താല്പര്യവും ഉണ്ടാക്കാൻ ഖുർആൻ മനഃപ്പാടമാക്കിയവൾക്കുള്ള കോമ്പറ്റീഷൻ, പാരായണ മത്സരം, ഇത് രണ്ടും നടന്നു വരുന്നു. വലിയവരായ ആളുകൾ ഖുർആൻ പാരായണം കൂടുതൽ നടത്തണം. ഖുർആനിന്റെ ആശയങ്ങളെ ആലോചിക്കണം. ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്ന പള്ളിയാണ് എന്നെനിക്കറിയാം. ഇവിടെ നടക്കുന്ന നമ്മുടെ ഖുർആൻ ക്ലാസിനെ നമ്മൾ കൂടുതൽ സജീവമാക്കണം, പ്രയോജനപ്പെടുത്തണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളെ അറിയണം. ഈ ലോകത്ത് ഏറ്റവും വലിയ ഓഫർ വെച്ചിട്ടുള്ള ഗ്രന്ഥമേതാണ്? അത് ഖുർആനാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ആ ഓഫർ ഒന്ന് നോക്കാൻ നമുക്ക് നേരമില്ല. മെഗാ ഓഫറിന്റെ നോട്ടീസൊക്കെ വായിച്ചു, കടയിൽ പോയി ഷോപ്പിംഗ് നടത്തിയൊക്കെ ചെയ്തു. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ ഇതായിരിക്കുന്നു, ഖുർആനിലുണ്ട്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഓഫർ, നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളിലുണ്ട്. അതറിയാൻ നമുക്ക് നേരമില്ല. പ്രിയമുള്ളവരെ, ലോകത്ത് നമ്മൾ മുസ്ലിങ്ങൾ, വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ 3 പ്രാവശ്യമെങ്കിലും ഖത്മാകാതെ ഒരു വർഷവും ഒരു വിശ്വാസിയും കടന്നു പോകരുത്. പരിശുദ്ധമായ റമളാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാകാതെ ഈ റമളാൻ കടന്നു പോകരുത്. 3ഉം 4ഉം 10ഉം ഒക്കെ പ്രാവശ്യം ഖത്മാക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇമാമുന ശാഫഈ തങ്ങളും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ദിവസേന 2 പ്രാവശ്യം ഖുർആൻ ഖത്മാക്കിയിരുന്നവരാണ്. റമളാനായാൽ അവര് ഖുർആനിനോട് ലയിച്ചു ചേർന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിൽ സമീപകാലത്ത് വഫാത്തായി പോയ, കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ളൂ, താജുൽ ഉലമയും അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരുമെല്ലാം ആ ഭാഗത്തേക്ക് വരുമ്പോൾ സന്ദർശിച്ച് ബറക്കത്തെടുത്തിരുന്ന ഉമൈനല്ലൂർ പാപ്പ എന്നറിയപ്പെടുന്ന ഉമൈനല്ലൂർ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ അൽ അംഫാസി അൽ ഖാദിരി എന്നവർ ഓരോ റമളാനിലും 20ലേറെ പ്രാവശ്യം ഖത്മാക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. 90കളിലാണ് അവിടുന്ന് വഫാത്താകുന്നത്. പ്രിയമുള്ളവരെ, മഹാനവറുകൾ കിടന്നുകൊണ്ട് മാറിടത്തിൽ മുസ്ഹഫ് വെച്ച് ഖുർആൻ ഓതുന്നത് എനിക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റമളാനിന്റെ പകൽ വേറെ വർത്തമാനങ്ങൾക്കൊന്നും നേരമില്ല. അവരുടെ സമയം മുഴുവനും അല്ലാഹുവിന്റെ കലാമിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ഉമൈനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. നിരന്തരമായി ഖുർആൻ ഓതും. റമളാനിന്റെ പകല് വിസിറ്റേഴ്സ് ചെല്ലുമ്പോൾ അവർക്ക് പ്രയാസമാണ്, ഓത്ത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് അവിടുന്ന് ഓരോ ശ്വാസങ്ങളും ദിക്റായിരുന്ന മഹാനായിരുന്നു. അതുകൊണ്ടാണ് അൽ അംഫാസി എന്നറിയപ്പെടുന്നത്. ഓരോ ശ്വാസോച്ഛ്വാസവും ദിക്റായി മാറിയിരുന്ന മഹാനാണ്. പ്രായമേറിയ കാലത്ത്
ദൂരത്തുള്ള പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും ജുമയിൽ നിസ്കരിക്കാനും കഴിയാത്തത് കൊണ്ട് വീടിന്റെ മുറ്റത്ത് പള്ളിയുണ്ടാക്കി അവിടെ ഹനഫി മദ്ഹബിൽ ജുമുഅ ഖായിമാക്കി അവസാനം വരെ ലാഹിർ ശരീഅത്തിനെ പൂർണ്ണമായും പരിപാലിച്ചിരുന്ന വലിയൊരു മഹാനാണ് അവിടെ. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അവരൊക്കെ നിരന്തരമായി ഉമേനല്ലൂർ ഉപ്പാപ്പയുടെ അടുക്കൽ വരികയും ബർക്കത്ത് സ്വീകരിക്കുകയും നസീഹത്തുകൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. സുൽത്താനുൽ ഉലമ പല പ്രാവശ്യം മഹാനവറുകളെ സന്ദർശിച്ച് ബർക്കത്തെടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതക്രമം ഞാൻ പഴയ കാലത്തൊരു സംഭവം സമീപകാലത്തെ ഒരു കാര്യവും പറഞ്ഞതാണ്. അങ്ങനെ ഖുർആനുമായി നിരന്തരമായി വ്യാപൃതരായിരുന്ന ആളുകൾ കഴിഞ്ഞുപോയി. നമുക്കിന്ന് ലഭ്യമാകുന്ന സമയം എത്രയോ നമ്മൾ വെറുതെ കളയുകയാണ്. വരുന്ന എല്ലാ വാട്സപ്പ് സന്ദേശങ്ങളും നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതം പൂർത്തിയാവൂല. എല്ലാ വാട്സപ്പ് മെസ്സേജും നോക്കിയാലേ ആവൂ എന്ന് വിചാരിച്ചാൽ ഒരു ദിവസം അതിന് തികയോ? എല്ലാ വീഡിയോസും കണ്ടേ തീരുമെന്നറിഞ്ഞാൽ ചില ആളുകൾക്ക് അത് കണ്ടോ ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ അതുകൊണ്ടോ എല്ലാം കൂടി കാണാനിരുന്നാൽ ഇവിടെ മനുഷ്യന്മാർക്ക് ആയുസുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രയോറിറ്റി നിശ്ചയിക്കാൻ കഴിയണം. ഞാൻ എന്തു കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവണം, ഒരു തമ്മീസ് വേണം. എല്ലാ വീഡിയോ, എല്ലാ പരിപാടി, എല്ലാ ക്ലിപ്പും, എല്ലാ മറുപടിയും അത് കേൾക്കാനുള്ളവരല്ല നമ്മൾ നമുക്ക് വേണ്ടത് നമ്മുടെ ആഖിറത്തിന് ഉപകരിക്കുന്നത്, നമുക്ക് ആഖിറം നഷ്ടപ്പെടാത്തത്, കാണേണ്ടത് മാത്രം കാണാനുള്ള വിവേകം നമുക്കുണ്ടാവണം. നമുക്ക് ആത്മസല്ലാപം നടത്താനുള്ള ഏറ്റവും വലിയ സ്വത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിന്റെ പാരായണം പഠിക്കണം, ഖുർആനിന്റെ ആശയം അറിയണം. ഖുർആനിന്റെ ആശയത്തിൽ ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് എന്തൊരു മധുരമാണ്. ഇമാം അദാ മിഹ്റാബിൽ നിന്നുകൊണ്ട് പാരായണം ചെയ്യുന്ന ആയത്തിന്റെ ആശയം നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിക്കുള്ള ആനന്ദം എത്രയാണ്, മധുരം എത്രയാണ്. ആ മധുരമൊന്ന് ആലോചിച്ച് ഖുർആനിന്റെ മധുരം ആസ്വദിക്കാൻ വേണ്ടി ഈ റമളാനിൽ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചോ? പ്രധാനപ്പെട്ട അഥവാ ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ ആവർത്തിച്ചുപയോഗിക്കുന്ന സൂക്തങ്ങളുടെ എങ്കിലും ആശയം എനിക്കൊന്ന് മനസ്സിലാവണം. നിങ്ങൾ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ വന്നിരിക്കുക, പരിചയമുള്ള ആലിമിന്റെ അടുക്കൽ വന്നിരിക്കുക, സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകളുടെ എങ്കിലും ഒരു ആശയം എനിക്ക് മനസ്സിലാകണം. ഇമാം ഇങ്ങനെ ഓതുമ്പോ ഇതിന്റെ ആശയത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ എന്തൊരു രസം! വലിയ പ്രതീക്ഷ നൽകുന്ന അധ്യായമാണ് സൂറത്തുൽ ദുഹ. കടം വീടാനും പ്രയാസങ്ങൾ മാറാനും ഒക്കെ സൂറത്തുൽ ദുഹ ആവർത്തിച്ച് ഓതാൻ ആത്മജ്ഞാനികൾ നിർദ്ദേശിക്കാറുണ്ട്. എല്ലാം ഉണ്ട് അതിൽ, എല്ലാം ഉണ്ട്, വേണ്ടതെല്ലാം അതിലുണ്ട്. സമീപകാലത്ത് വഫാത്തായി പോയ ഒരു സയ്യിദ് എന്നോട് പറഞ്ഞു, സൂറത്തുൽ ദുഹ ഓതിയിട്ട് ഞാൻ എന്തെല്ലാം ആഗ്രഹം അല്ലാഹുവിനോട് ചോദിച്ചോ അതെല്ലാം എനിക്ക് അല്ലാഹു തന്നു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, പ്രധാനപ്പെട്ട എന്തെങ്കിലും അവിടത്തേക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടിയോന്ന്? പറഞ്ഞു, ഞാൻ ഈ യാത്രയില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സൂറത്തുൽ ദുഹ ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്തത്. എനിക്ക് വലിയൊരു ബാധ്യതയുണ്ട്, അത് വീട് കിട്ടണം. ഞാൻ നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ്, നല്ലൊരു വാഹനം വേണം. 2 എനിക്ക് കിട്ടി. 3-മത്തൊരു കാര്യം ഞാൻ എന്നോട് പറയൂല. അപ്പൊ ആത്മീയമായ എന്തെങ്കിലും കാര്യം അതും കിട്ടി, പക്ഷെ അതെന്നോട് പറയൂല. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾ അതൊക്കെ അനുഭവിക്കുകയാണ്.
ബഹുമാനപ്പെട്ട താജുശ്ശരിയ അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ ജീവിതം തന്നെ വലിയൊരു തെളിവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെയും ഖുർആനിന്റെ ജീവിത ഭാവത്തെയും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി തെളിമയാർന്ന ജീവിതം കൊണ്ട് പരലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇടം തേടിയ സമീപകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞതിൽ വലിയ ഒരു വ്യക്തിത്വമായിരുന്നു താജുശ്ശരിയ ആലിക്കുഞ്ഞി ഉസ്താദ് അവർകൾ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്താണ് അവരുടെയൊക്കെ ജീവിതം? തെളിമയാർന്ന ജീവിതം. സ്വഭാവം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവം. ചിലപ്പോ ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ഉസ്താദിനെ കാണാനും ഇടപെടാനും അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. വഫാത്തായി കഴിഞ്ഞ മഹാനവറുകളെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ജീവിതകാലത്തൊന്ന് നല്ലതുപോലെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇനി നമുക്കൊരാശ്വാസമേ ഉള്ളൂ, അവിടെ പോയി സിയാറത്ത് ചെയ്യാം. കാസർഗോഡ് ജില്ലയില് ഷെറിയ ലത്തീഫിയ എന്ന സ്ഥാപനത്തിന്റെയും അവിടുത്തെ ഭവനത്തിന്റെയും ഇടയിലാണ് ഖബർ. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് മോനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ലഭിച്ചുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് പറയുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് ഓർമ്മപ്പെടുത്തിപ്പോയി. എത്ര വലിയൊരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹു അവരുടെ സന്തോഷങ്ങൾ നമുക്കും നൽകുമാറാകട്ടെ. അവരൊക്കെ ഖബർ പൂന്തോട്ടമാണെന്ന് കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഖബറിന്റെ ഒന്നാമത്തെ രാത്രിയിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് പടച്ചവനോട് ദ്വാരന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തു പോയ മഹാനാണ് ഉസ്താദ് അവർകൾ. പലപ്പോഴും ഉസ്താദിന്റെ ദർസിലും ഉസ്താദിന്റെ സ്ഥാപനത്തിലും വീട്ടിലും ഒക്കെ ചെന്ന് കാണാൻ അവസരമുണ്ടാകുമ്പോൾ എത്രമാത്രം ആകർഷണീയമായ സ്വഭാവം, വ്യക്തിത്വം. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ താജുശ്ശരീഅയുടെ അനുസ്മരണത്തിൽ പറഞ്ഞതെന്താ? എന്റെ റൂഹിനോളം ഞാൻ സ്നേഹിക്കുന്ന ആളായിരുന്നു. അത്രയും വലിയ മഹബ്ബത്തുള്ള ആളായിരുന്നു. അതിന് മാത്രമുണ്ട് അവിടുന്ന്. പക്ഷേ നമ്മളെല്ലാവരും വലിയ വേദനയിലാണ്. ഈ പറയപ്പെട്ട വലിയ ഒരു സംഘം മഹാരഥന്മാര് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. താജുൽ ഉലമ നമ്മെ വിട്ടുപിരിഞ്ഞു പോയതോടെ ഒരുപാട് വൻമരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മഹത്തുക്കളായ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ വിട്ടുപിരിഞ്ഞു പോയ ഒരാൾക്കും പകരം വെക്കാൻ ഇവിടെ ആരുമില്ല. താജുൽ ഉലമ പോയി, നൂറുൽ ഉലമ പോയി, കൻസുൽ ഉലമ പോയി, നിബ്റാസുൽ ഉലമ പോയി, താജുൽ ഫഖഹാ ബേക്കൽ ഉസ്താദ് അവർകൾ യാത്രയായി. അങ്ങനെ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, ഒരു കുറഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹത്തുക്കൾ എത്ര വലിയ വലിയ മഹാന്മാരാണ് അവർ. അവർക്ക് പകരം വെച്ച് ആലോചിക്കാൻ പറ്റുന്ന ആരെയും ഇവിടെ കാണാനില്ല. നമുക്കതിന്റെ വേദന മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഇനി നമ്മുടെ മുമ്പിൽ വിരലിലെണ്ണാവുന്ന വലിയ മഹത്തുക്കളുണ്ട്. റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, താജുൽ മുഹഖഖീൻ, കൊട്ടൂർ ഉസ്താദ്, അങ്ങനെ കുറഞ്ഞ ആളുകൾ വിരലിലെണ്ണാവുന്നവരെ വലിയ തണൽമരങ്ങളായി നമുക്ക് കാണാനുള്ളൂ. അല്ലാഹു അവരുടെ ആയുസ്സിൽ ദൈർഘ്യം നൽകി നമുക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. അവരുടെ തണൽ അല്ലാഹു ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നീട്ടിത്തരട്ടെ. നമ്മളൊക്കെ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ മഹാന്മാരായ മശായിഖുമാർക്ക് വേണ്ടി ദ്വാരക്കണം. അവരുടെ തണലിലും ആനുകൂല്യത്തിലുമാണ് നമ്മൾ ഇങ്ങനെ പോണത്. അവരുടെ തണലിലും സന്തോഷത്തിലുമാണ് നമ്മൾ ഈ പോണത്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ജാമിഅ മർക്കസിനു വേണ്ടി എല്ലാ യൂണിറ്റിൽ നിന്നും ഓരോ 1,00,000 രൂപ സമാഹരിച്ച് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദിനുള്ള സമ്മാനമല്ല, ഈ ഉമ്മത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഭാഗധേയമാണ്. ഉസ്താദിന് സന്തോഷം ഉണ്ടാവും ഈ ഉമ്മത്തിനു വേണ്ടി വലിയൊരു സംരംഭം ഉയർന്നു വരുമ്പോൾ. അതിനുവേണ്ടി ഉസ്താദ് ചോദിച്ചതാ. അതുകൊണ്ട് എത്ര സാഹസപ്പെട്ടാലും നമ്മുടെ എല്ലാ യൂണിറ്റുകളും ഉസ്താദ് അവർകൾ അഭ്യർത്ഥിച്ച ആ വലിയ ദൗത്യം നിറവേറ്റി കൊടുക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ.
നമ്മൾ വിചാരിക്കും ഒരു യൂണിറ്റിൽ നിന്ന് 1 ലക്ഷം എങ്ങനെയപ്പോ സംഘടിപ്പിച്ചു കൊടുക്കുക? റമദാൻ കാലമായി SYS-ന്റെ ഫണ്ട്, SSF-ന്റെ റിലീഫ്, നാട്ടിലെ സ്ഥാപനങ്ങൾ, മറ്റു പല നാട്ടിൽ നിന്നും വന്ന് ചോദിക്കുന്നവർ, അങ്ങനൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ബേജാറുണ്ടാവും. പക്ഷേ വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് ഏറ്റെടുത്ത് 18-ാം തീയതി അല്ലേ ലാസ്റ്റ് ഡേറ്റ് ഉസ്താദ് പറഞ്ഞത്, അതിനുള്ളിൽ എല്ലാവരും പൂർത്തീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഉസ്താദ് അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന സമ്മാനം അതാണ്. അത് ഉസ്താദിനുള്ളതല്ല, ഈ ഉമ്മത്തിന് മുഴുവനുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മളെല്ലാം അതിനെ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണം. എല്ലാ യൂണിറ്റുകളിലും അത് ഭംഗിയായി നടക്കണം. അല്ലാഹു നമ്മുടെ നിഅമത്തിലൊക്കെ ബറക്കത്ത് തരട്ടെ. പ്രിയമുള്ളവരെ, ഈ ഉമ്മത്തിന് വേണ്ടി വലിയ ഭാരം ഏറ്റെടുത്തവരാണ് നമ്മുടെ ആലിമീങ്ങൾ. അവരുടെ സ്വന്തം ക്ഷേമം മാത്രം ആലോചിച്ചവരാണെങ്കിൽ ഈ ഭാരങ്ങളൊന്നും അവർ തലയിലേറ്റേണ്ടതില്ല. വാർദ്ധക്യത്തിന്റെ ക്ഷീണമുള്ളപ്പോഴും അവർക്ക് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും അധ്വാനിക്കാനും സമയം കണ്ടെത്തേണ്ടി വരുന്നത് ഈ ഉമ്മത്തിന് എന്റെ ജീവിതം കൊണ്ട് ചിലതെല്ലാം അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ്, നമ്മുടെ വേദനകൾക്ക് പരിഹാരം തരാൻ ഒരുങ്ങിയപ്പോഴാണ്, നമ്മൾ വേദനിക്കരുത് എന്ന് ആലോചിച്ചപ്പോഴാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ഈ പ്രവർത്തനങ്ങളെ, പദ്ധതികളെയൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഞാൻ തിരിച്ചു വരുന്നു. പരിശുദ്ധമായ റമളാൻ ഖുർആൻ കൊണ്ട് സജീവമാകേണ്ട റമളാനാണ്. അവസാനത്തെ 10-ൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഇഅ്തികാഫ് മുടക്കി, ഖുർആൻ പാരായണം മുടക്കി, റിസൾട്ടിന്റെ പിന്നാലെ, പ്രകടനത്തിന്റെ പിന്നാലെ, പാർട്ടി പകപോക്കലുകളുടെ പിന്നാലെ, വിജയിച്ചവന്റെ ആഹ്ലാദവും തോറ്റവന്റെ നെഞ്ചിലെ നൃത്തവും, എല്ലാമായി നടക്കാൻ നമ്മൾ ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനും പോകാൻ പാടില്ല. നമുക്ക് ഒരുപക്ഷേ ഇലക്ഷനുകൾ മാറി മാറി വരാം. ഇക്കൊല്ലം തോൽക്കുന്ന പാർട്ടി അടുത്ത വർഷം ജയിച്ചെന്ന് വരാം. ഇക്കൊല്ലം ജയിക്കുന്ന കാൻഡിഡേറ്റ് അടുത്ത വർഷം തോറ്റെന്ന് വരാം. പക്ഷേ എനിക്ക് ഈ ഒരു റമളാൻ നഷ്ടമായാൽ, ഒരു ലൈലത്തുൽ ഖദ്ർ നഷ്ടമായാൽ അത് പരിഹരിക്കാൻ പറ്റൂല, അത് വീണ്ടെടുക്കാനാവൂല. അതുകൊണ്ട് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്, സഞ്ചാരമാണ്, ആരാധനകളിലൂടെയുള്ള ആത്മീയ സഞ്ചാരം. വ്രതാനുഷ്ഠാനം, നിസ്കാരം, ദാനധർമ്മങ്ങൾ. റമളാൻ മാസമാകുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആളുകൾ, ഇത് കാരുണ്യത്തിന്റെ മാസമല്ലേ, സ്വർഗം കൊതിച്ചിട്ട് ആളുകൾ സംഭാവന തരുമെന്ന് കരുതി നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് വരും. ഒരാളെയും നിങ്ങൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടോ, ഉള്ളതുപോലെ കൊടുക്കുക. ഇല്ലേ, നല്ല വാക്കു പറഞ്ഞിട്ട് അവരെ യാത്രയാക്കുക. കലിമത്തുൻ ത്വയ്യിബത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. കൊടുത്തിട്ടിങ്ങനെ അതും ഇതും പറയുന്നതിനേക്കാൾ, നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികള് സ്ഥാപനത്തിൽ വലിയ പ്രയാസമായതുകൊണ്ട് പല സ്ഥലത്തേക്കും ചെറിയ സംഘാടന പ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഇന്നലെ ഇന്നുമായിട്ട് കുറെ ആള് വിളിച്ചു. ചില ആള് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്, ചില ആൾ ഈ കുട്ടികൾ പറ്റിക്കാൻ വന്നാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ പല കോളും വരുന്നു. പ്രിയമുള്ളവരെ, സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്, ഭീമമായ കടത്തിലാണ്, ബാധ്യതയിലാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ കൊടുക്കുക. കഴിയില്ലേ, നിങ്ങൾ അവരോട് പറയാം, മോനെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉള്ളപ്പോ നല്ല പോലെ തരാം, ഈ പ്രവർത്തനങ്ങളൊക്കെ റാഹത്തായി നടക്കട്ടെ, നല്ല ഒരു വാക്ക് പറഞ്ഞിട്ട് അവർക്ക് പ്രോത്സാഹനം നൽകുക. സ്ഥാപനത്തിന് വേണ്ടി പിരിക്കാനൊക്കെ പോവാന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ഇബാദത്താണെന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് അതിനൊക്കെ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നമ്മളെ ഒന്നാകെ കൊണ്ടുവച്ചിട്ട് അയാളുടെ അടുക്കുന്ന ഇങ്ങനെ സഹായം തേടുകയാണല്ലോ, അത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള വലിയൊരു ജിഹാദാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സംഘാടകർ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. സുൽത്താനുൽ ഉലമ, ഇത്രയും വലിയൊരു വ്യക്തിത്വം, അന്താരാഷ്ട്ര വ്യക്തിത്വം, ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നെന്ന് വരും. മർക്കസിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ 1 ലക്ഷം രൂപ തരണമെന്ന് പറയും.
ഈ ഉസ്താദ് വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഇത് അള്ളാഹുവിങ്കിൽ പ്രതിഫലം കിട്ടുന്ന ഇബാദത്തായതുകൊണ്ടാണ് നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അല്ലാതെ ഒരാളോട് ചോദിക്കലൊരു സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അവ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ചിലപ്പോൾ തെറ്റായി പ്രയോഗിക്കുന്നവരുണ്ടാകാം. അതിന് നിങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിക്കരുത്. അതെല്ലാ മേഖലയിലും ഉണ്ടാവും, ഏത് മേഖലയിലും ഉണ്ടാവും. ആരുടെയും വീട്ടിന്റെ ബോർഡിൽ ഇങ്ങോട്ട് യാചകരാരും വരരുതെന്ന് ബോർഡ് വെക്കരുത്. കഴിയും പോലെ കൊടുക്കണം. നമ്മൾക്ക് അല്ലാഹു തന്ന നിഅമത്തിൽ നിന്ന് കൊടുത്താൽ അല്ലാഹു തആല നൽകും. യഥാർത്ഥത്തിൽ ഇവിടെ അതിസമ്പന്നരെക്കാൾ നൽകുന്നവർ പാവപ്പെട്ടവരാണ്. എപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള സംഘാടകർ ആലോചിക്കാറുണ്ട്, ഇവിടെയുള്ള കോടിപതികളും ലക്ഷപ്രഭുക്കളുമായ ആളുകൾ അവരുടെ അടുക്കലേക്ക് എത്തിപ്പെടാൻ തന്നെ പ്രയാസമാണ്. ഇനി അവര് നൽകിയാൽ തന്നെ അവരുടെ നിഅമത്തിന്റെ ചെറിയൊരു ശതമാനമാണ്. അതേ സമയത്ത് സാധാരണയിൽ പള്ളിയിൽ വരുന്ന മജ്‌ലിസുകളിൽ വരുന്ന വഅദുകളിൽ പങ്കെടുക്കുന്ന പാവങ്ങൾ നൽകുന്ന സംഭാവനകളുടെ ആകെ നോക്കിയാൽ അവരുടെ വരുമാനത്തിന് നല്ലൊരു ശതമാനം അവർ നൽകിയിട്ടുണ്ടാകും. അവരുടെ ചെറിയ സംഖ്യയുടെ ബറക്കത്ത് വലിയൊരു ബറക്കത്താണ്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നടന്നു പോകുന്നത് മജ്‌ലിസുകളിൽ നിന്ന് വരുന്ന 10ഉം 20ഉം 50ഉം 100ഉം ചില്ലറകൾ സമാഹരിച്ചിട്ടാണ്. അത് ആത്മാർത്ഥതയുള്ള സംഭാവനകളാണ്. അല്ലാഹുവേ, നീ നിഅമത്ത് ഖൈറായ നിലക്കുള്ള നിഅമത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ കടമുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങളുടെ ദുരവസ്ഥകൾ കാണുമ്പോൾ, അവിടുത്തെ ജനങ്ങളുടെ പതിതാവസ്ഥ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. കഴിഞ്ഞ മാസം ഞങ്ങൾ ബംഗാളിലും ബീഹാറിലും ഒക്കെ പോയപ്പോ എത്രയോ പാവപ്പെട്ട ദരിദ്രമായ അവസ്ഥയിലുള്ള ആളുകൾ. അപ്പൊ ഞങ്ങൾ അവിടെ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നമ്മൾ 2 പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് കുഴൽക്കിണർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ട സ്ഥലം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയ ഒരു സഹോദരൻ, വീടില്ലാത്ത എത്രയോ പാവങ്ങൾ. അതുപോലെ ഭക്ഷണത്തിന്റെ കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ഒരാള്, അത് മർക്കസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, ഒരു സഖാഫി. അദ്ദേഹം സനത് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നു. സനത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വെന്നിയൂരിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ സ്കൂൾ വേണം, മദ്രസ വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ എഞ്ചിനീയർ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. ആ സഖാഫി കോഴിക്കോട് ജില്ലയിൽ എവിടെയോ കിണർ ഒഴിക്കുന്ന പണിയും മെക്കാട് പണിയും ചെയ്യാണ്. എന്താ കാരണം? കല്ല് ചുമക്കുന്ന പണി, മണ്ണ് ചുമക്കുന്ന പണി ചെയ്യുന്നു. നാട്ടിക്ക് പോകാനുള്ള വണ്ടിക്കൂലിയില്ല. വണ്ടിക്കൂലി മാത്രമാണെങ്കിൽ നമുക്ക് സംഘടിപ്പിച്ചു വിടായിരുന്നു. നാട്ടിൽ പോയിട്ട് ചെയ്യാൻ ജോലിയില്ല. മഈഷത്തിന്റെ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും ചില്ലറ ഒപ്പിച്ച് പോകാം എന്ന് കരുതിയിട്ട് കൊല്ലിറങ്ങിയൊരു സഖാഫി സഹോദരൻ സ്വന്തം ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു രംഗം. പോകാനുള്ള വണ്ടിക്കൂലിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. അവരുടെ മൊത്തം ചെലവ് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? അപ്പൊ ആ നാട്ടിൽ നല്ല സംരംഭങ്ങൾ ഉണ്ടാവണം. അവർക്ക് മാന്യമായ വേതനം കിട്ടുന്ന ജോലി സാധ്യതകൾ ഉണ്ടാക്കണം. അതൊക്കെ കാണുമ്പോഴാണ് ബംഗാളിൽ ചെല്ലുമ്പോ, ബീഹാറിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് നിങ്ങളോടും എല്ലാവരോടും പറയുന്നത്, നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായാൽ ഇവിടെ നല്ല ഒരു ജനതയെ വാർത്തെടുക്കാം, ഇവിടെ അടുത്ത ഒരു തലമുറക്ക് ജീവിത സ്വപ്നങ്ങൾ നൽകാം. അതിനുവേണ്ടിയാണ് ജാമിഅ മർക്കസും അതുപോലെ തന്നെ നമ്മുടെ മഅദിനും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളായ കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി കേരളത്തിലും പുറത്തുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന പല യുവ പണ്ഡിതന്മാരെ പോലെയും നല്ല സേഫ് സോണിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവരല്ലേ അവർ. പക്ഷെ അവരുടെ ജീവിതാവസ്ഥകൾ അങ്ങനെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ബംഗാളിൽ പോയപ്പോ പൊട്ടാറ്റോ വിളവെടുക്കുന്ന സമയമാണ്. രാവിലെ തന്നെ വരും ആളുകൾ, രാത്രിയാകും പോകാൻ. ഒരു ചാക്ക് പൊട്ടാറ്റോ നിറച്ചു കൊടുത്താല്, പാടത്തുനിന്ന് കളച്ചെടുത്ത കിഴങ്ങ് ചാക്കിലിട്ട് കൊടുത്താൽ 10 രൂപ കിട്ടും. ഒരു ചാക്ക് നിറച്ചു കൊടുത്താല്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 1 കിലോ കിഴങ്ങിന് 4 രൂപയുള്ളൂ.
പൊട്ടാറ്റോയ്ക്ക്. എത്രയോ മാസക്കാലം നനച്ച് വിളവിറക്കി വിള നനച്ച് വിളവെടുക്കുന്ന കർഷകന് കിട്ടുന്നത് 4 റുപ്യ. നിങ്ങൾ ആലോചിച്ചോ? അത് വലിയ വലിയ കമ്പനികൾ വന്ന് അപ്പം തന്നെ വാങ്ങി അവരുടെ വലിയ സ്റ്റോറേജിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേക്ക് ചിലപ്പോൾ അത് 20-25 ഒക്കെ ആവും, ചിലപ്പോൾ അതിലും കൂടും. വലിയ ഫ്രീസറുകളിലേക്ക് വിടുന്നു. അത് അപ്പൊ ആ മനുഷ്യന്മാരെ നമ്മൾ വിളിച്ചാൽ എങ്ങനെയാ വരിക? വീട്ടിൽ നിന്ന് ഉമ്മ പോകുമ്പോൾ വീട്ടിലുള്ള 4 മക്കളെയും കൂടെ കയ്യിൽ പിടിക്കും. കാരണം എന്താ, ഈ മക്കളും കൂടെ ചാക്കിൽ നിറച്ചാല് ആ ഓരോ ചാക്കിനും 10 റുപ്യ വീതം കിട്ടും. അതൊരു 2 ആഴ്ചയാണ് പൊതുവെ അവിടെ വിളവെടുപ്പ് ഉണ്ടാവുക കിഴങ്ങിൻ്റെത്. അത് കഴിയുമ്പോഴേക്ക് അവർ ചോളം വിളവിറക്കും. ഒരു 3.5-4 മാസം ആകുമ്പോഴേക്ക് ചോളം വിളവെടുക്കാനാവും. പിന്നെ കടുക്. അങ്ങനെ കൃഷികളുമായി ജീവിക്കുന്ന എത്രയോ ആളുകൾ. കർഷക സമരത്തിന്റെ പ്രാധാന്യമൊന്നും നമുക്ക് മനസ്സിലായില്ല, അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിന്റെ വലിയ ഉദാഹരണമാണ്. അവിടുന്ന് റമളാൻ ആയാൽ പിന്നെ അവിടുത്തെ കാരുണ്യം എത്താത്ത ആരുമില്ല. അത്രയും വിശാലമായി ഔദാര്യം ചെയ്യുന്ന നേതാവായിരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഉർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പ്രിയമുള്ളവരെ, എൻ്റെ ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവരുണ്ടാകാം. ഇൻഷാ അല്ലാഹ് ഈ വർഷവും നമ്മൾ നോർത്ത് ഈസ്റ്റിലും ഉത്തരേന്ത്യയിലുമുള്ള പാവങ്ങൾക്ക് നോമ്പുതുറയുടെ സദ്യകൾ ഒരുക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ നല്ല ഒരു ഭക്ഷണം കിട്ടാത്ത 10,000-ങ്ങൾക്ക് വേണ്ടി നോമ്പുതുറയും പാവങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള കിറ്റും 100 രൂപയ്ക്ക് ഒരാൾക്ക് നോമ്പുതുറയും 500 രൂപയുടെ കിറ്റ് ഒരു വീട്ടിലേക്കും എന്ന രൂപത്തിലുള്ള പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ എന്ന ചാരിറ്റി വിങ്ങിലൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ റമളാനിൽ 10,000-കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ ഒരുക്കാൻ അവസരമുണ്ടായി. ഈ വർഷവും അത് കാത്തിരിക്കുന്ന പാവങ്ങളുണ്ട്. പള്ളികളിൽ, ഗ്രാമങ്ങളിൽ, ഓപ്പൺ പറമ്പുകളിൽ പേപ്പർ വിരിച്ചിട്ട് 5 മണിക്ക് വൈകുന്നേരം നോമ്പുതുറയ്ക്ക് 1 മണിക്കൂർ അരമണിക്കൂർ മുമ്പ് സുപ്രവിരിക്കുമ്പോഴേ ആയിരങ്ങൾ വന്നുപോയി. അതുപോലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികളിലെ നോമ്പുതുറകൾ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ടൗണുകളിലെ പള്ളികളിൽ ചിലപ്പോൾ നോമ്പുതുറ വിപുലമായി ഒരുക്കേണ്ടി വരും. യാത്രക്കാരായിരിക്കും, വഴിയാത്രക്കാരായിരിക്കും. അതേ സമയത്ത് ഗ്രാമപ്രദേശങ്ങളിലെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വെള്ളവും കാരക്കയും പോരെ. ബാക്കിയുള്ള വിപുലമായ സദ്യകൾ ഒരുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? വീട്ടിലെ മേശപ്പുറത്ത് നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ലേ പള്ളിയിൽ നിന്ന് നേരത്തെ കൊടുക്കുന്നത്? ആ പള്ളിയിൽ ഒരുക്കുന്നതിന്റെ ഒരു ഭാഗമൊന്ന് കിട്ടിയാൽ വീട്ടിൽ സദ്യ ഒരുങ്ങിയിട്ടില്ലാത്ത 10,000-ങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ അതൊന്ന് ആലോചിക്കണം. ഇപ്പൊ എല്ലായിടത്തും വലിയ ബൊഫേകളാ പള്ളികളിലൊക്കെ. നോമ്പ് തുറക്കാൻ നേരവും മരുനിസ്കാരം കഴിഞ്ഞും ആർക്ക് വേണ്ടിയാണ്? യാതൊരു ക്ഷാമവും പ്രയാസവും ഇല്ല. വീട്ടിലെ സദ്യ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്. രണ്ടാൽ ഒരു സ്ഥലത്ത് പോരെ. ഒന്നൊന്ന് നിയന്ത്രിച്ചാൽ കുറെ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ നടക്കുന്ന നോമ്പുതുറ സൽക്കാരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന വിഭവങ്ങൾ എത്രയാണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. പുതിയാപ്പിള സൽക്കാരത്തിന്റെ അന്നും, മോളും പുതിയാപ്പിളയും വന്ന അന്നും, മോനും പുതിയണ്ണും വന്ന അന്നും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച വിഭവങ്ങൾ എത്രയാണ്? എന്നാൽ അതൊന്ന് കണി കാണാൻ പറ്റാത്ത പാവങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തകർ ചിലപ്പോൾ വിളിക്കും, ഹലോ, ഞങ്ങളൊരു വളരെ പാവപ്പെട്ട വീട്ടിലാണ്, അവിടുത്തെ ഉപ്പയോ ഉമ്മയും കണ്ടിട്ട് എത്രയോ നാളുകളായി ഭക്ഷണം കിട്ടിയിട്ട് അവരുടെ പള്ളയൊട്ടി മുതുകിനോട് ചേരാനായിരിക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ?
അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫണ്ടും ഇല്ലെങ്കിലും പറയും, മക്കളെ നിങ്ങൾ അത്യാവശ്യം അവർക്കുള്ള ഫുഡും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും നിങ്ങൾ വാങ്ങിക്കൊടു, ആരോടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറയേണ്ടി വന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അവിടേക്ക് ചെല്ലുമ്പോഴേ അത് മനസ്സിലാവൂ. സ്വന്തമായി വീടില്ലാതെ 7 മക്കളെയും കൊണ്ട് ഒരു ടാർപ്പയ്ക്ക് കീഴിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ചെറിയ കൂട്, നിങ്ങൾക്കത് ഓൺലൈനിൽ കാണാൻ കഴിഞ്ഞവരുണ്ട്, ഈ കൂട്ടത്തിലുണ്ടാകും. ആടിനെ കെട്ടുന്നതിന്റെ മേലെ ഒരു 2 പലകയും 2 മുളക്കീറും ഒക്കെ വെച്ച് അതിന്റെ മേലെ താമസിക്കുന്ന ഒരു കുടുംബം. എന്തെങ്കിലും വൃത്തിയുണ്ടോ? അവരോട് പോയിട്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ സാധാരണ എൻ്റെ കൂടെ വരുന്നവരോട് പറയാറുണ്ട്, ഇവിടെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല എന്ന്. കാരണം എന്താ? അവിടെ സ്ത്രീകൾ അങ്ങോട്ട് നിൽക്ക്, പുരുഷന്മാർ ഇങ്ങോട്ട് നിൽക്ക് എന്നൊക്കെ പറയാനൊന്നും ആയിട്ടില്ല. അവിടെ വീടുമില്ല, ജോലിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, അടിസ്ഥാന സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സ്ത്രീകൾ അങ്ങോട്ട് പുരുഷന്മാർ ഇങ്ങോട്ട്, ഞങ്ങൾ പറയുന്ന അവിടെ കേക്ക് ഇവിടെ കേക്ക് എന്ന് പറയാനായിട്ടില്ല. അത്രയും പരമദാരിദ്ര്യത്തിൽ നിയമങ്ങളൊന്നും അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ നിസ്കരിക്കണം. മുസ്ലിങ്ങളാണെങ്കിൽ, അമുസ്ലിം സഹോദരന്മാരാണെങ്കിൽ നമ്മൾ പറയൂല, അവർക്കും വീട് വേണം, അവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കും, അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കും, അവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കും. അവരോട് നിസ്കരിക്കാൻ പറയൂല. മുസ്ലിമീങ്ങളായ ആളുകളോട് പറയും നിങ്ങൾ ഈ വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കണം. നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ പള്ളിയുണ്ട്, അവിടുത്തെ ഉസ്താദിനെ കൊണ്ട് നിങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഗ്രാമങ്ങൾ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഭീമമായ സംഖ്യകൾ വേണം. ഇപ്പൊ നിങ്ങളോട് പിരിവൊന്നും ചോദിക്കല്ല. നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഉണ്ടായാൽ അതിനെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ നിങ്ങൾ ആ ബംഗാളിലെ പാവങ്ങളെ ഓർക്കണം, ബീഹാറിലെ പാവങ്ങളെ ഓർക്കണം, ആസാമിലെ പാവങ്ങളെ ഓർക്കണം, റോഹിംഗ്യൻ ക്യാമ്പിലെ പാവങ്ങളെ ഓർക്കണം. അങ്ങനെ അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ടാവും, അവരെ കണ്ടെത്തി നമ്മൾ സഹായിക്കണം. ചിലപ്പോൾ പ്രവാസത്തിന്റെ തിരിച്ചുവരവിൽ വേദന അനുഭവിക്കുന്നവരുണ്ടാവും. കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അടിയിൽ ഒരു പ്രവാസി എനിക്ക് വീടിന് വാടക കൊടുക്കാനില്ല, സഹായിക്കണമെന്നൊരു കമന്റ് ഇട്ടു. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. അപ്പൊ അയാൾ പ്രവാസം എന്നൊക്കെ പൊട്ടി വന്നിട്ട് വീടിന് വാടക കൊടുക്കാൻ കഴിയാതെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരനാണ്. അപ്പൊ ഞാൻ കാഞ്ഞങ്ങാടുള്ള വേറൊരാളോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ പോയി നിങ്ങളെ കൊണ്ട് കഴിയും പോലെ സഹായിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് കഴിയും പോലൊക്കെ എല്ലാവർക്കും ഹൈർ എത്തിക്കുക, നമ്മൾ സംഘാടകരാവുക, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരാകുക. SSF-ഉം SYS-ഉം കേരള മുസ്ലിം ജമാഅത്തും എല്ലാം മുന്നോട്ട് വെക്കുന്നത് ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒത്തുകൂടൽ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്റെ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിന് യോഗ്യരായ നോമ്പുകാരായി ഞങ്ങളെയൊക്കെ നീ കബൂൽ ചെയ്യണം. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ഒരുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട SSF-ന്റെ ഡിവിഷൻ കമ്മിറ്റിയിലെ സഹോദരങ്ങൾ, അവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ ഇന്നിവിടെ രാവിലെ മുതൽ ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ SSF-ന്റെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ഭാരവാഹികൾക്ക് അത്യാവശ്യമായ ദീനീ സംഘടനാ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സംഗമത്തിന് ഭക്ഷണം നൽകിയവർ, സംഘാടനം നടത്തിയവർ, അതിനുവേണ്ടി അത്യധ്വാനം നടത്തിയവർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.